അതെ, ഈ പഴം ഇങ്ങനെ സാധാരണ ഇവിടെ അങ്ങനെ പഴുത്തു പോകാറില്ല. പക്ഷേ പഴുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബനാന ബ്രെഡ്. അപ്പം ഇന്ന് ഞാൻ ഓവനില്ലാതെ എങ്ങനെ ബനാന ബ്രെഡ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 4 ബനാന ഞാനെടുത്ത് നല്ലപോലെ മാഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 കപ്പ് ഷുഗറും കൂടി ഇട്ട് നല്ലതുപോലെ, നിങ്ങൾക്ക് വിസ്കൊന്നും വേണമെന്നില്ല, ഒരു ഫോർക്ക് എടുത്തിട്ടാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിനെ കുറച്ചെടുത്ത് വെളിയിൽ മാറ്റി വെക്കുക. അതിലേക്ക് 1/4 കപ്പ് മൈദയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഒത്തിരി അങ്ങ് കേക്കിനാകുന്ന പോലെ മിക്സ് ആകണ്ട, പക്ഷേ എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇനി അത് ഒരു ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ച് ഈ മിക്സ് ഒഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ടോപ്പിംഗ് ഉപയോഗിക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സാണ്, എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനിയും നമ്മൾ സാധാരണ ഒരു ഇഡ്ഡലി പാത്രമോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റീമറിൻ്റെ അകത്തേക്ക് ഈ മിക്സ് വയ്ക്കുക, കേക്കിൻ്റെ മിക്സ്, എന്നിട്ട് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇതെടുത്തപ്പോഴത്തേനും എന്താ പറയുക, പെട്ടെന്ന് കണ്ടോ താഴെ പോയി, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് അവനില്ലാതെ നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൾ ലേറ്റർ.